ക്രിസ്തുമതത്തിൽ മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ എന്ന് പാടുമ്പോൾ, ഇസ്ലാം മതത്തിൽ തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ, അള്ളാവിൻ തിരുസഭയിൽ കണക്ക് കാണിക്കുവാൻ എല്ലാവരും ചെല്ലേണം ഇന്നോ നാളെയോ. ഇതൊക്കെയാണ് മനോഹരമായ കവിതകളും പാട്ടുകളും ആക്കിയിട്ട് ഇവരുടെ വിശ്വാസത്തെ മാറ്റിയെടുത്തത്. ഹിന്ദുമതത്തിലാണെങ്കിൽ നരകവാരുധിയിൽ നിന്ന് തന്നെ രക്ഷിച്ച് ഈ നരകത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് കെട്ടിയെടുക്കണം എന്ന പ്രാർത്ഥനയാണ്. സ്വർഗം മരിക്കുമ്പോൾ നാരായണ എന്ന് ജപിച്ചാൽ വിഷ്ണുലോകം പോകുമെന്നൊരു കഥ മഹാഭാഗവത്തിലുണ്ട്. മരിക്കുമ്പോൾ അജാമിളൻ കാലദൂതന്മാരെ കണ്ടിട്ട് ഭയന്നിട്ട് കൊച്ചുമകനെ വിളിച്ചതാ, നാരായണ രക്ഷിച്ചുകൊള്ളുക നാരായണ, നീ ഒഴിഞ്ഞ കാലം എനിക്ക് ആശ്രയമെന്നുമേ. ആ വിളി, മരണവെപ്രാളത്തോടെയുള്ള വിളി അങ്ങ് ഹെഡ് ഓഫീസ് കേട്ടു, വിഷ്ണു കേട്ടു. വിഷ്ണു ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ വളണ്ടിയർമാരെ അയച്ച് ഇദ്ദേഹത്തെ നേരെ അജാമിളനെ മോക്ഷം കൊടുത്തു, വൈകുണ്ഠ ലോകത്തിലെത്തി എന്നൊരു കഥയുണ്ട്. ഈ കഥ വിശ്വസിച്ചിട്ടാണ് നമ്മുടെ പ്രായമുള്ള ആളുകൾ പലരും, ഹിന്ദുക്കൾ പലരും കോട്ടുവായുടെ കൂട്ടത്തിൽ നാരായണനെ ചേർക്കുന്നത്. അതിൻ്റെ കാര്യം അറിയാമോ? കോട്ടുവായിടുമ്പോൾ ഈ ആത്മാവ് കോട്ടുവായ രൂപത്തിൽ പുറത്തേക്ക് പോകുമെന്ന ഒരു സങ്കല്പം, ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ആ കോട്ടുവായിടുമ്പോൾ നാരായണ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അപ്പം വിളിച്ചാൽ അങ്ങ് എത്തും എന്നുള്ള വിശ്വാസം. അപ്പം സ്വർഗവിശ്വാസം, നരകവിശ്വാസം, മരണാനന്തര ലോകം, ഇതുവരെ ആർക്കും ഒരു പിടിയും കിട്ടാത്ത ലോകമാണ്. ആർക്കും മനസ്സിലാവുകയില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലോകത്തേക്ക് ആരും പോകുന്നൊന്നുമില്ലല്ലോ. പോകുന്നില്ല എന്നതിൻ്റെ ശാസ്ത്രം ഞാൻ പഠിച്ചത് മനുഷ്യ ശരീരത്തിൻ്റെ ശാസ്ത്രം പഠിച്ചപ്പോഴല്ല. ഞാൻ കണ്ണൂർ ജില്ലയിൽ വയനാടൻ കുന്നിൻ്റെ താഴ്വരയിലുള്ള ഒരു ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് പലരും കണ്ടിട്ടുണ്ടാവും എൻ്റെ ഗ്രാമം. പഴശ്ശിരാജ, ബാഹുബലി സിനിമ കണ്ടവരെല്ലാം എൻ്റെ ഗ്രാമം കാണും. അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അവിടെ നല്ല ഫോറസ്റ്റാണ്. അവിടെ കാട്ടിനകത്ത് ഒരുപാട് വൃക്ഷങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. ആ വൃക്ഷങ്ങളൊന്നും മുറിക്കാതെ ഇങ്ങനെ ഇട്ടിട്ട് ഞാനൊരു ദിവസം DFOനോട് ചോദിച്ചു, ഈ മരങ്ങളൊന്നും നിങ്ങൾക്ക് നഷ്ടമല്ലേ? ഇതെല്ലാം വലിയ നഷ്ടമല്ലേ വരുന്നത്, ഇതിങ്ങനെ നിങ്ങളൊന്നും ഉപയോഗിക്കാതെ വെച്ചാൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ആര് പറഞ്ഞു നഷ്ടമാണെന്ന്? ഈ വൃക്ഷങ്ങളിലെല്ലാമുള്ള അതിൻ്റെ സ്റ്റഫ് അത് മണ്ണിലേക്ക് അടിയുകയും അടുത്ത വൃക്ഷങ്ങളിലേക്ക് വരികയും ചെയ്യും, ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്നാണ്. അതുപോലെ അപ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ. നമ്മുടെ ശരീരത്തിൻ്റെ ഫേനത്തിനകത്തുള്ള ഒരു ദ്രാവകം, ഫേനം പൊട്ടിയിട്ട് ആ ദ്രാവകം കോശങ്ങളെ മുഴുവൻ നശിപ്പിക്കുകയും ആ കോശങ്ങൾ അടുത്ത കോശങ്ങളെ ബാധിക്കുകയും അങ്ങനെ മൊത്തത്തിൽ കോശങ്ങൾ ജഡാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നതാണല്ലോ മരണം. മരിച്ചു കഴിഞ്ഞാൽ ഈ കോശങ്ങളൊന്നും തന്നെ എവിടെയും പോകുന്നൊന്നുമില്ല, ഭൂമിക്ക് പുറത്തൊന്നും പോകുന്നില്ല. ഇത് മണ്ണിൽ ലയിച്ചു ചേർന്നിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഇപ്പം നിങ്ങൾ സംഭാവന ചെയ്ത ശരീരവും കുറേ കാലം വിദ്യാർത്ഥികൾ പഠിച്ചിട്ട് അത് മണ്ണിലേക്ക് തന്നെ പോവുക. ആ മണ്ണിലേക്ക് പോയാൽ അത് വീണ്ടും ബാക്ടീരിയകളായി മാറിയിട്ട് അതിൻ്റെ എണ്ണയും അതിൻ്റെ ഊർജ്ജവും ഒക്കെ എവിടെയും പോകുന്നില്ല, ഈ ഭൂമിക്ക് പുറത്തേക്ക് എവിടെയും പോകുന്നില്ല. അത് വീണ്ടും അടുത്ത ജീവജാലങ്ങളായിട്ട് റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രകൃതിയിൽ ഒന്നും തന്നെ നശിച്ചു പോകുന്നില്ല. എല്ലാം റീസൈക്കിൾ ചെയ്യപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ മരണമെന്ന് പറയുന്നത് റീസൈക്ലിങ്ങിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്നും ഇവിടുന്ന് ആത്മാവ് വിട്ടിട്ട് അങ്ങേക്ക് പോകുന്നു എന്നുള്ള ആ സങ്കല്പം തന്നെ തിരുത്തപ്പെടേണ്ടതാണെന്നും ചർച്ച ചെയ്യാത്തതാണ് നമ്മുടെ പ്രശ്നം. ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ മേലെയാണ് എല്ലാ മതങ്ങളും നിൽക്കുന്നത്. ഒറ്റ കാര്യത്തിൻ്റെ മേലെ, മരണാനന്തര ലോകം. ഉദയഭാനു സാറുണ്ട് ഇവിടെ, സഖാവുണ്ട് ഇവിടെ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജാഥകക്ക് ഇൻകുലാബ് സിന്ദാബാദ് മുദ്രാവാക്യം വിളിച്ചിട്ട് ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ വഴിക്ക് എവിടെയെങ്കിലും അമ്പലത്തിലെ വിളക്ക് കണ്ടാൽ ഈ വിളിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആക്കും. എന്തിനാ അങ്ങനെ ആക്കുന്നത്? അവരെ കുറ്റം പറയണ്ട. അഥവാ മരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നെങ്കിൽ ജില്ലാ സെക്രട്ടറിയുടെ കത്താടി എടുക്കൂല, അപ്പോൾ നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ആക്കുന്നത്. മനസ്സിലായില്ലേ? ഈ മരണാനന്തര ലോകത്തിൻ്റെ അജ്ഞതയിൽ മുതലെടുത്തുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജ്ഞാതമായ ലോകത്തിൽ മനുഷ്യരെ ചൂഷണം ചെയ്യുവാൻ ഉണ്ടാക്കിയ ഉപാധിയാണ് മതം എന്ന് പറയുക. വിശ്വാസവും മതവും ഒന്നായിട്ട് കാണരുത്. വിശ്വാസം ഭാരതത്തിൽ ഉണ്ടായത് സത്യാന്വേഷണത്തിൻ്റെ പുതിയ അന്വേഷണത്തിൻ്റെ ആരംഭമായിട്ടാണ് വിശ്വാസം ഉണ്ടായത്. മുഹമ്മദ് നബി ഒരിക്കലും മുസ്ലിം ആയിരുന്നില്ല. യേശുക്രിസ്തു ഒരിക്കലും ക്രിസ്ത്യാനിയായിരുന്നില്ല. വേദങ്ങളും ഉപനിഷത്തുകളും എഴുതിയ വ്യാസനാവട്ടെ വാൽമീകിയാവട്ടെ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യനും ഹിന്ദു ആയിരുന്നില്ല. കാരണം ഹിന്ദു എന്ന വാക്കുണ്ടായത് തന്നെ പേർഷ്യക്കാർ വന്നതിന് ശേഷം. പേർഷ്യക്കാർ സിന്ധു എന്ന വാക്ക് അവർക്ക് ഉച്ചരിക്കാൻ പറ്റാഞ്ഞപ്പോൾ സ എന്ന അക്ഷരത്തിന് പകരം ഹ എന്ന അക്ഷരം ഉപയോഗിച്ചതാണ് ഹിന്ദു എന്ന വാക്കുണ്ടായത് തന്നെ. അതിനു മുമ്പ് അങ്ങനെ ഒരു സംഘടിത മതം ഉണ്ടായിരുന്നില്ല. ഇന്ത്യ രാജ്യത്ത് ആണ് ഏറ്റവും കൂടുതൽ വിദ്വേഷത്തിൻ്റെ കലാപങ്ങൾ നടന്നത്.
വൈഷ്ണവരും ശൈവരും ഗാണപത്യരും ശാക്തേയരും 4 ഭാഗങ്ങളായിട്ട് വേർപിരിഞ്ഞിരുന്നു. ഭയങ്കര അടി നടന്നിരുന്നു, വലിയ കലാപങ്ങൾ നടന്നിരുന്നു. പാണ്ഡ്യന്മാരും ചോളന്മാരും ശൈവരും വൈഷ്ണവരും തമ്മിലുള്ള യുദ്ധങ്ങളായിരുന്നു. വലിയ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്. ഇപ്പം മതത്തെ പറ്റിയിട്ട് എപ്പോഴും ആളുകൾ പറയുന്നൊരു പ്രൊമോഷൻ മതങ്ങളാണ് മനുഷ്യ സ്നേഹവും ധാർമ്മികതയും ഉണ്ടാക്കിയത് എന്നാണ്. ശരിയാണോ? മതങ്ങളുടെ പേരിലാണ് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങളും കലാപങ്ങളും നടന്നത് എന്നതല്ലേ സത്യം? മിനിഞ്ഞാന്ന് മട്ടന്നൂർ സബ് ജില്ലാ കലോത്സവ ഉദ്ഘാടന വേദിയിൽ അധ്യക്ഷൻ പ്രസംഗിച്ചു കലയുടെ മാമാങ്കമെന്ന്. കലയുടെ മാമാങ്കം, ശൈല ടീച്ചറായിരുന്നു ഉദ്ഘാടനം. ഞാൻ പറഞ്ഞു, ഒരിക്കലും കലയുടെ മാമാങ്കം എന്ന് പറയരുത്. മാമാങ്കം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെയും കലയുടെയും ഇടമല്ല, കൊലപാതകത്തിൻ്റെ ഇടമാണ് മാമാങ്കം. മാമാങ്കത്തിൽ കൊന്നവരുടെ എണ്ണം കണക്കെടുത്താൽ 10,000-ങ്ങളാണ് മാമാങ്കത്തിൽ ചാവേറുകളെ കൊന്നുകളഞ്ഞു. എന്തിനു വേണ്ടിയാണ് കൊന്നത്? സാമൂതിരിയും ഹിന്ദുവായിരുന്നു, വള്ളുവക്ക് വനാതിരിയും ഹിന്ദുവായിരുന്നു. ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ നിലപാട് തറയിൽ കയറിയിരിക്കുവാൻ ആർക്കാണ് അധികാരം എന്നതിൻ്റെ പേരിലാണ് 10,000-കണക്കിന് ആളുകളെ കൊന്നത്. എന്ത് ധാർമ്മികതയാണ്, എന്ത് മനുഷ്യ സ്നേഹമാണ്? അതും പോട്ടെ, ശ്രീപത്മനാഭസ്വാമി ആണല്ലോ തിരുവിതാംകൂറിലെ രാജാവ്. ശ്രീപത്മനാഭസ്വാമിക്ക് അടിയറ വെച്ചിട്ട് മാർത്താണ്ഡവർമ്മ ചെങ്കോലും കിരീടവും അടിയറ വെച്ചതിന് ശേഷമാണല്ലോ പത്മനാഭന്റെ ചക്രം എന്ന് ശമ്പളത്തിന് പേര് വന്നത്. ആ അടിയറ വെക്കുന്നതിന് മുമ്പുള്ള സംഭവം നിങ്ങൾ ആലോചിക്കുക. നല്ല ഭക്തനായിരുന്നു മാർത്താണ്ഡവർമ്മ, നല്ല ഭക്തന്മാരായിരുന്നു എട്ടുവീട്ടിൽ പിള്ളമാർ. മരുമക്കത്തായോ മക്കത്തായോ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത് എത്ര പേരെയാണ് ആലോചിച്ചു. ഇപ്പോൾ രാജഭരണത്തിന്റെ ഭക്തന്മാരായിട്ട് നടക്കുന്നുണ്ടല്ലോ കുറേ ആളുകൾ. ഇപ്പോൾ അദ്ദേഹത്തെ അവിടുത്തെ പുതിയ ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ ഇങ്ങനെ എടുത്ത് അവതരിപ്പിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആലോചിക്കണം, മാർത്താണ്ഡവർമ്മ നിലവിലുള്ള രാജാവിൻ്റെ മരുമകനാണ്. രാജാവിൻ്റെ ഭാര്യ, സ്വന്തം മക്കള് പത്മനാഭൻ തമ്പി, ശ്രീരാമൻ തമ്പി, ഇവരെ രാജാവാക്കുമെന്ന് രാജാവ് എപ്പോഴോ പറഞ്ഞുപോയി. ഭാര്യയോട് ഇഷ്ടം കൊണ്ട് പറഞ്ഞു പോയതാ. ആ ചാൻസ് കയറി പിടിച്ചിട്ട് ഭാര്യയുടെ വീട്ടുകാർ, എട്ടുവീട്ടിൽ പിള്ളമാർ മരുമകനെ ഇല്ലാതാക്കിയാൽ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ രാജാവാക്കാൻ പറ്റുമെന്ന ധാരണയിലാണ് മാർത്താണ്ഡവർമ്മയെ കൊല്ലാൻ ശ്രമിച്ചത്. അങ്ങനെയാണ് മാർത്താണ്ഡവർമ്മ ഒളിവിൽ പോയിട്ട് ഒരുപാട് ഇടങ്ങളിൽ പോയി ഒളിച്ചിട്ട് അങ്ങനെ ആ അമ്മച്ചിപ്ലാവല്ലോ നെയ്യാറ്റിൻകരയിൽ ഒരു ഭ്രാന്തനാണ് വഴി കാണിച്ചത്. ഒരു ഭ്രാന്തൻ വഴി കാണിച്ചതാണ് പിന്നീട് ഭ്രാന്തൻ കണ്ണനാണ് എന്ന് പറഞ്ഞിട്ട് നെയ്യാറ്റിൻകര അമ്പലം ഉണ്ടാക്കിയത് മാർത്താണ്ഡവർമ്മ. ആ ഭ്രാന്തൻ ശ്രീകൃഷ്ണനാണെന്ന് പറഞ്ഞിട്ടാണ് നെയ്യാറ്റിൻകര വാഴും കണ്ണൻ ഉണ്ടായത്, ആ അമ്മച്ചിപ്ലാവിൻ്റെ ഉള്ളിൽ ഒളിക്കാൻ. അവസാനം ആ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ജയിച്ചതിന് ശേഷം എന്താ സംഭവിച്ചത്? നമ്മൾ കേരള ചരിത്രത്തിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണ്. എട്ടുവീട്ടിൽ പിള്ളമാരുടെ കുടുംബത്തിലുള്ളവർ, ഈ എട്ടുവീട്ടിൽ പിള്ളമാർ മാത്രമല്ലല്ലോ, അവരുടെ കുടുംബത്തിലുള്ള ഒരാൺതരിയെ പോലും ബാക്കി വെക്കാതെ മുഴുവൻ എണ്ണത്തിന് ഈ കൊന്നു കളഞ്ഞു ഇല്ലേ? ചരിത്രത്തിൽ നടന്ന സംഭവമല്ലേ? ഇതെല്ലാം മതവിശ്വാസിയായിരിക്കുന്ന മാർത്താണ്ഡവർമ്മ ചെയ്തതല്ലേ? പോട്ടെ, അത് വിടാം. ആണുങ്ങളെ കൊന്നു, പെണ്ണുങ്ങളെയോ അവരെ മുഴുവൻ മുക്കുവർക്ക് പിടിച്ചു കൊടുത്തിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്തു, അവരെ ഭാര്യമാരാക്കി. മാനാപമാന ഭയത്താൽ 100 കണക്കിന് സ്ത്രീകൾ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇത് നടന്നത് 1000 കൊല്ലം മുമ്പല്ല, മാർത്താണ്ഡവർമ്മയുടെ കാലം 200-250 കൊല്ലം മുമ്പാണ് ഈ കേരളത്തിൽ നടന്നതാണ്. അതിനുശേഷമാണ് പത്മനാഭന്റെ മുന്നിൽ ഉടവാളും കിരീടവും അടിയറ വെച്ചത്. ഇതൊക്കെ മതത്തിന്റെ പേരിലാണ് നടന്നത്, വിശ്വാസത്തിന്റെ പേരിലാണ് നടന്നത്. നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് ധാർമ്മികത ഉണ്ടാക്കാൻ മതങ്ങൾ ഒരുപാട് ഉപകരിച്ചു എന്നൊക്കെ പറയുന്നത് മതങ്ങളൊന്നും ഉപകരിച്ചിട്ടില്ല. ധാർമ്മികത ഉണ്ടാക്കാൻ ഉപകരിച്ചത് കഥകളാണ്. ആ കഥകൾ മതങ്ങളുടേതായിരുന്നില്ല. രാമായണവും മഹാഭാരതവും ഒരു മതത്തിന്റെ ഗ്രന്ഥമായിരുന്നില്ല. ആ മതങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തി അതിലെ കഥാപാത്രങ്ങളെ ദൈവങ്ങളാക്കി പ്രതിഷ്ഠിച്ചു. ആ പ്രതിഷ്ഠ കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നാടുവാഴിത്തം അടിത്തറയിട്ട് വളർന്നത്. നാടുവാഴിത്തമാണ് ഈ രാജ്യത്തെ തകർത്തത്. എന്താ തെളിവ്? ഇന്ത്യയിൽ ശാസ്ത്രബോധം പണ്ട് നല്ല വിവരമുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. പാശ്ചാത്യർ പറയുന്നൊരു ചൊല്ലുണ്ട്, വിസ്ഡം അറൈസ് ഫ്രം ഈസ്റ്റ്, വിവേകം കിഴക്ക് നിന്ന് ഉദിക്കുന്നു എന്ന്. കിഴക്ക് എന്ന് പറഞ്ഞാൽ അവർ പടിഞ്ഞാറാണ്, കിഴക്ക് നമ്മളാ. കാരണം വേദങ്ങൾ എഴുതുന്ന കാലത്ത് അത്രയൊന്നും വിവരമില്ല മനുഷ്യൻ. ഈ ലോകത്തിന്റെ പുതിയ അറിവുകളൊന്നുമില്ല. എന്നിട്ടും ഇതെല്ലാം ഓർമ്മിച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ചല്ലോ. 1,64,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം എഴുതി. അതിൽ ഏതാണ്ട് 25,000 കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങളുടെ പേരെല്ലാം ഓർത്ത് വെച്ചല്ലോ. രാമായണം എഴുതി, ഉപനിഷത്തുകൾ ഉണ്ടാക്കി.
വേദങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, വെറുതെ പ്രാർത്ഥനയാണ്. അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ പെറ്റീഷൻ കൊടുക്കലാണ്. നമുക്ക് മന്ത്രിമാർക്കെല്ലാം ഒരുപാട് പെറ്റീഷൻ കൊടുക്കുമല്ലോ, അതുപോലെ ദൈവത്തിന് ഇങ്ങനെ അത് തരണം ഇത് തരണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകൾ മാത്രമാണ് വേദമന്ത്രങ്ങൾ. അപ്പോൾ ഇതൊക്കെ എഴുതി വെച്ചു. നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങൾ, മോഡേൺ മെഡിസിൻ വന്നത് മെൻ്റലിയഫിൻ്റെ പട്ടികയും 104 മൂലകങ്ങളും അതിൻ്റെ ഓരോ വസ്തുവിൻ്റെയും രാസത്വരക ശക്തിയും എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവയെ പരസ്പരം മിങ്കിൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് അത് അമ്ലഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് അതിനെക്കൊണ്ട് ബാക്ടീരിയക്ക് പറ്റുമോ ഫംഗസിന് പറ്റുമോ വൈറസിന് പറ്റുമോ എന്ന് കണ്ടെത്തിയിട്ട് വെളുത്ത എലികളിൽ ലേപനം ചെയ്തിട്ടും ഇഞ്ചക്ട് ചെയ്തിട്ടും അതിൻ്റെ സൈഡ് എഫക്റ്റ് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ മോഡേൺ മെഡിസിൻ ഉണ്ടായത്. അലോപ്പതിയും മോഡേൺ മെഡിസിനും ഒന്നല്ല. അത് ഇംഗ്ലീഷ് മരുന്ന്, അതാണ് അതുകൊണ്ട് അതിന് ഇംഗ്ലീഷ് മരുന്ന്, അലോപ്പതി എന്ന് പറയാതെ ഇംഗ്ലീഷ് മരുന്ന് എന്ന് പറയുന്നത് മോഡേൺ മെഡിസിൻ. എന്നാൽ ഈ മോഡേൺ മെഡിസിൻ ഉണ്ടാകുന്നതിന് 1000 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുള്ള ചെടികൾ, അന്ന് ടെസ്റ്റ് ട്യൂബില്ല, മൈക്രോസ്കോപ്പില്ല, ഒന്നുമില്ലാത്ത കാലത്താണ് നമ്മുടെ നാട്ടിലെ ഇലകൾ, ചെടികളുടെ ഇലയും തൊലിയും പൂവും കായും വേരും വായിലിട്ട് ചവച്ചരച്ച് അതിന് അമ്ലഗുണമോ ക്ഷാരഗുണമോ എന്ന് കണ്ടെത്തിയിട്ട് അത് വാദത്തിന് പറ്റുമോ പിത്തത്തിന് പറ്റുമോ കഫത്തിന് പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ആയുർവേദ ഗ്രന്ഥങ്ങൾ, മരുന്നുകൾ, കഷായം, അരിഷ്ടം, ഗുളിക, ലേഹ്യം, വടകങ്ങൾ എഴുതി വെച്ചു. ആ സാധനം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ? എൻ്റെ നാട്ടിലൊക്കെ കർക്കിടക മാസത്തിൽ കുടുംബശ്രീക്കാർ പൈസ ഉണ്ടാക്കുന്നത് ചരക സംസ്കൃതി ഉപയോഗിച്ചിട്ടാണ്. ഒരു ലേഹ്യം ഉണ്ടാക്കി വിറ്റിട്ടാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഇതൊക്കെ ചിന്തിച്ചു. സ്കാനിങ് മെഷീൻ വരുന്നതിന് മുമ്പ്, സ്കാനിങ് മെഷീൻ വന്നതിന് ശേഷം ഗർഭസ്ഥ ശിശുവിൻ്റെ എപ്പോഴാണ് കൈകാലുകൾ വളരുക, എപ്പോഴാണ് കണ്ണ്, എപ്പോഴാണ് മൂക്ക്, എപ്പോഴാണ് മുടി, എപ്പോഴാണ് കാത്, ചെവി, എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. പക്ഷേ രാമായണത്തിലെ സമ്പാദിവാക്യത്തിൽ ഇത് പറയുന്നുണ്ട്, എപ്പോഴാണ് ആണ് പെണ്ണ് വേർതിരിയാന്ന്. അതൊക്കെ നിരീക്ഷണങ്ങളായിരുന്നു. അപ്പോൾ ബുദ്ധിമാന്മാർ പണ്ടുമുണ്ടായിരുന്നു. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, നളന്തയും തക്ഷശിലയും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യ ഇപ്പോൾ പട്ടിണി റാങ്കിങ്ങിൽ 119-ാം സ്ഥാനത്താണ്. എന്തേ? ഗൗരവതരമായിട്ട് ആരും ചിന്തിച്ചോ? വിശ്വാസികൾ ചിന്തിക്കണം. എന്തേ? നമ്മൾ റേഷണലിസ്റ്റുകൾ മാത്രം ചിന്തിച്ചാൽ പോരാ, വിശ്വാസികൾ ചിന്തിക്കണം. എന്തേ ഇന്ത്യ നല്ല ഭൂമി ഉണ്ടായിട്ടും, നല്ല അധ്വാനിക്കുന്ന മനുഷ്യരുണ്ടായിട്ടും, നല്ല ചിന്തകന്മാരുണ്ടായിട്ടും, ഇതൊക്കെ ഓർത്തു വെക്കുന്ന ആളുകളുണ്ടായിട്ടും എന്തേ ഈ രാജ്യം ഇത്രയും പുറകിലോട്ട് പോയി? ഈ ഹാളിലുള്ള ഏതെങ്കിലും ഒരു സാധനം ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു. ഇത്രയും വിവരമുള്ള രാമായണവും മഹാഭാരതം എഴുതിയ ഈ നാട്ടിൽ ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഈ വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഗ്ലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഫാനും ബൾബ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, സിമെന്റ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല. നമ്മൾ കണ്ടുപിടിച്ചെന്തുകൊണ്ടോ? ഇവിടെ ഇന്ത്യയെ കണ്ടുപിടിച്ചെന്തുകൊണ്ടോ? എല്ലാം വിദേശികൾ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന. അവർക്ക് സംസ്കാരം ഉണ്ടായത് എപ്പോഴാ? വളരെ ചുരുങ്ങിയ കാലമായിട്ടുള്ളൂ. കാരണം അമേരിക്ക എന്ന് പറഞ്ഞൊരു രാജ്യം തന്നെ കണ്ടുപിടിച്ചിട്ട് അത്രയും വർഷമായിട്ടുള്ളൂ. എന്തുകൊണ്ട് എന്നതിനെ പറ്റിയിട്ട് ഗൗരവതരമായ വിചിന്തനം നടത്തണം. അവിടെയാണ് ഈ അറിവുകൾ വികേന്ദ്രീകരിക്കപ്പെടാതെ വസ്തുനിഷ്ഠമാകാത്തതിൻ്റെ പേരിലാണ് നമ്മുടെ രാജ്യം തകർന്നു പോയത്.